ഡാ എന്താ വെള്ളമൊക്കെ ഇല്ലേ അണ്ണാ? അവളവിടെ നിൽപ്പുണ്ടോ നോക്കടാ. അണ്ണ നോക്കിയില്ലേ അണ്ണാ? അണ്ണാ അതിന് ഇത്ര ബലം പിടിക്കുന്നേ ഡാ എന്താ അണ്ണാ? ഒരു പച്ച കാണുന്നല്ലോ. അത് ചുരിദാർ ഏതാണ്ട് ഉണക്കായിട്ടിരിക്കുകയാണ് ആരാത്? അണ്ണാ. തന്തപ്പടിയാന്ന് തോന്നണ കുറെ തന്തയില്ലാത്ത പോലെ ഇറങ്ങിയിട്ടുണ്ട്. തന്തയ്ക്ക് വിളിയും കേൾപ്പിച്ച് ഓടാണ ഭദ്രനോ ഓടാനോ എൻ്റെ പാട്ടി ഓടും. മത്സം പിടിച്ചിരുന്നു ഞാനോടുവോ? പെൺപിള്ളേർ വഴി നടക്കാൻ സമയത്ത് കുറെ വായി നോക്കി പരീക്ഷകൾ ഇറങ്ങിയിട്ടുണ്ട്. വന്നോ നോമാരിപ്പോ വീട്ടിലും കയറിയോ? ദീപേ 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 അണ്ണാ എവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ അണ്ണാ. ഇയാളിത് എന്തിത്? അണ്ണാ അണ്ണാ ഈ ഫോണിനകത്ത് ആ പെണ്ണിൻ്റെ അല്ല ആ കൊച്ചിൻ്റെ ഫോട്ടോ നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല. അണ്ണന് ശക്തിയുണ്ട്. അത് വെച്ചാൽ ആ പെണ്ണിൻ്റെ അല്ല ആ കൊച്ചിൻ്റെ പുറകെ നടന്നതെല്ലാം അണ്ണൻ അടി കൊടുത്തും വിരട്ടിയൊക്കെ വിട്ട്. അതിലൊരുത്തരാണെങ്കിൽ ആ പെണ്ണിൻ്റെ അനിയനുമായിപ്പോയി. അത് പോട്ടെ, അതെൻ്റെ മിസ്റ്റേക്ക്. കഴിഞ്ഞത് കഴിഞ്ഞ്. പിന്നെ എൻ്റെ പ്രൊഫൈല് ശരിയല്ല. പ്രൊഫൈലോ? അന്ന് ഈ നാട്ടിലുള്ള പെൺപിള്ളേരുടെ പുറകെ മൊത്തം നടക്കുന്നത് ഈ നാട്ടിൽ പാട്ട. പിന്നെ എന്നിട്ട് പ്രായവും പ്രായത്തിന് തല കുഴപ്പം കണ്ടാ പറയത്തില്ലെങ്കിലും എനിക്ക് 36 വയസ്സായിട്ടുള്ളൂ. പക്ഷേ എണ്ണം നോക്കത്തെ പെണ്ണുങ്ങൾക്കെല്ലാം 18 വയസ്സിലേ ഉള്ള. അതെൻ്റെ കുഴപ്പമാണോ? എണ്ണൻ്റെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ പേര് ഭദ്രൻ. ഇത് യൂത്തിന് പറ്റിയ പേരാണല്ലോ. എൻ്റെ റിയൽ നെയിം എന്താണെന്ന് നിനക്കറിയാമോ? എന്നാ വീരഭദ്രൻ. പോന്ന് എന്നോട് പറഞ്ഞിരിക്കട്ടെ, നാട്ടുകാരോടൊന്നും പോയി പറയലേ ഉള്ള. പല പെൺകുട്ടികളും എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. എൻ്റെ ഒരു നോട്ടത്തിനായി കാത്തു നിന്നിട്ടുണ്ട്. ദീപാഭദ്രൻ. നല്ല ചേർച്ചയില്ലേ? ഭദ്രദീപം. ഇതൊരു മാതിരി KSP കിട്ടിയവളുണ്ടല്ലോ ആണ്. സത്യത്തിൽ എനിക്ക് അതിനോട് സ്നേഹമല്ല, ആരാധനയാണ്. ദീപാരാധന കണ്ട ദീപാരാധന. ഈ നട്ടച്ചെങ്ങാ ദീപാരാധന. അതേതാണ് ഐസ്ക്രീം കൊണ്ടിരുന്ന മടിയാ. ഏതോ പറയുന്ന ഒരുത്തടാ ഇപ്പൊ ആ പെണ്ണിനെ വളയ്ക്കാതെക്കുന്ന പുതിയ താരം. അണ്ണാ ഇന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ട്. അണ്ണാ ചെറുപ്പം നിർത്തുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് ഞാൻ എല്ലാം തീർക്കും. ഹോ, അവൾ പോയില്ല. ഏതോ ഇന്ന് നിന്റെ ദിവസമാടാ. ഓക്കെ. ഹായ്, ഞാനാടോ. ആ താനോ? താൻ പോലെന്ന് പ്രാർത്ഥിച്ചോണ്ടാ ഞാൻ വന്നത്. അതെന്തിന്? അല്ല, എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പോവാലോ. എന്താ ഇത്ര സംസാരിക്കാൻ? അല്ല, വെറുതെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പോവാലോ. എന്താ ഇത്ര വെപ്രാളം? വെപ്രാളോ? എനിക്കോ? ഏയ്, തോന്നിയതാവും. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ കാര്യം? ഞാനത് പറയട്ടോ? ആ പറ. എനിക്ക് ഇയാളെ ഇഷ്ടമാണ്. അയ്യോ, പെട്ടെന്ന് മറുപടി ഒന്നും പറയണ്ട. ഓ താങ്ക് യു. സത്യം പറഞ്ഞ ഈ ഒരു അവസരത്തിനായി കാത്തിരുന്ന 2 തവണ ശ്രമിച്ചതാ, പക്ഷേ നടന്നില്ല.
എന്തോ ഇന്നത്തെ കാണി സൂപ്പറാ. ആരെയാ കണി കണ്ടേ? എന്നെ തന്നെ കണ്ട കണ്ണാടിയിൽ. ഓ, കണി കാണുന്നതിനൊക്കെ വിശ്വാസമുണ്ടോ? കുറച്ചൊക്കെ ഉണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോഴേ ഉം. ഒറ്റ മേനെ കണ്ടിട്ട് കഴിഞ്ഞാൽ സ്ഥിരം അടിയാ. ഉം. 2 മേനെ കണ്ടതിന് ശേഷം അടി കിട്ടിയിട്ടുമില്ല. അപ്പൊ രണ്ടാമത്തെ മേനെ കണ്ടില്ലെങ്കിലും? രണ്ടാമത്തെ മൈനെ കണ്ടില്ല ഒരു ടെക്നിക്ക് ഉണ്ട്. കൈ ഇങ്ങനെ എടുത്ത് ഒറ്റ മൈനെ നോക്കി കണ്ണിന്റെ ഇവിടെ അമർത്തി കൊടുത്താൽ മതി. ആ മൈനെ 2ആയി കാണാൻ പറ്റും. ചളി അടിക്കുന്നതിനൊക്കെ ഒരു മര്യാദയില്ലേ? ചളിയൊന്നുമല്ല, ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. എന്തിനാ കൂടുതൽ പറയുന്നത്? തെക്കിയുടെ സതീഷടം കഴിഞ്ഞ ദിവസം ബൈക്കിൽ നിന്ന് വീണതാ. ഒരു കരിമ്പൂച്ച വട്ടം ചാടിയതേ ഓർമ്മയുള്ളൂ. കണ്ണ് പറഞ്ഞപ്പോൾ പുള്ളി ഹോസ്പിറ്റലിൽ. ആരവിടെ? കുട്ടി ഒന്ന് മുന്നോട്ട് പോ. എന്താ? ഒരു ഫോൺ ചെയ്യണം, അത്യാവശ്യം. എന്താ പ്രോബ്ലം? അല്ല, പ്രോബ്ലം ഒന്നുമില്ല. 1 മിനിറ്റ് ഇതാ വരുന്നു. ശരി. അതെ, അമ്മ വിളിച്ചതാ. വെറുതെ കള്ളം പറയല്ലേ? അയ്യോ സത്യമായിട്ടും അമ്മ വിളിച്ചതാ. കള്ളം പറയാനാണെങ്കിൽ മേലെ എന്റെ പുറകെ വന്നേക്കരുത്. അയ്യോ അങ്ങനെയൊന്നും പറയലടേ. അതെ, നമ്മൾ സംസാരിച്ചോണ്ടിരുന്നപ്പോഴേ എങ്ങനെ പറയൂ, വാഗുണ്ടെന്ന് പറഞ്ഞാ മതി. എന്നോട് ദേഷ്യം തോന്നല്ലേ? ഇല്ല, പറ. നമ്മൾ സംസാരിച്ചോണ്ടിരുന്നപ്പോഴേ ഒരു കരിമ്പൂച്ച ജസ്റ്റ് ഒന്ന് വട്ടം ചാടി. അത് പോട്ടെന്ന് വെച്ച് ഞാൻ വെയിറ്റ് ചെയ്തതാ. അയ്യേ, ഇത്രേ ഉള്ളൂ ഇയാള്. നാണക്കേടായല്ല, മിണ്ടണ്ടായിരുന്നു. നീ ഏതാടാ വരപ്പാക്കുവേ? നീയാണോടാ പെമ്പിളാരെ ശല്യം ചെയ്യുന്നത്? മേലാലെൻ്റെ പെണ്ണിൻ്റെ പിറകെ കാണാൻ നീ നടക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞ. സോറി അച്ഛാ, ഇനി ഞാൻ ആവർത്തിക്കത്തില്ല. ഡോ, താനാരടോ? അപ്പനല്ലായിരുന്നു. കുട്ടിക്ക് ഭദ്രനെ അറിയില്ലേ? ഈ ഭദ്രൻ ആരാ? ഇന്ത്യൻ പ്രധാനമന്ത്രിയോ? അല്ല. തന്നെ കുറച്ച് നാളെ ഞാൻ കാണാനിരിക്കുമായിരുന്നു. അണ്ണന്റെ ടൈം. തന്റെ പെണ്ണോ? എന്നാ നെറ്റിയിൽ എഴുതി വെച്ചോണ്ട് നടക്ക്. താൻ എന്തിനാണോ എന്റെ അനിയനെ അടിച്ചത്? അതിനുള്ള കുറി പുറകെ വരുന്നുണ്ട്. പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ഇഷ്ടമുള്ളിടത്ത് പോകും. മേലാൽ എന്റെ കാര്യത്തിൽ എങ്ങാണ് ഇടപെടാൻ വന്ന അപ്പാപ്പ ശിഷ്ടജീവിതം ജയിലിൽ തീരും. ഓർത്തോ? പണി താഴെയുണ്ട്. കുട്ടി അണ്ണ വാണ വാ. ഇന്നത്തേക്ക് അണ്ണ കിട്ടിയല്ലോ. വാ. ഓ, കുട്ടിക്ക് എത്ര ധൈര്യമൊക്കെ ഉണ്ടായിരുന്നോ? ആ, അതൊക്കെ ചിലപ്പോ അങ്ങനെ അങ്ങ് വരും. പിന്നെ ഇയാൾ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോകുമെന്ന്. അതൊരു ഫ്ലോയിലങ്ങ് പറഞ്ഞതാ. അപ്പോ എന്നെ ഇഷ്ടമല്ല? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഓ അങ്ങനെ. അല്ല, താനെന്താ പറഞ്ഞേ? സോറി അച്ഛാന്നോ? അതിനെനിക്കറിയത്തില്ലല്ലോ അതാരാണെന്നുള്ളത്. കരിമ്പൂച്ചയെ മറികടക്കാൻ നാളാ ഇപ്പതേ വല്ലവന്റെ അടിയും വാങ്ങി വന്നിരിക്കുന്നു. അതിപ്പോ പെട്ടെന്ന് കിട്ടിയപ്പോ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റും. അല്ല, വേടിച്ചെടി പലിശ ചേർത്ത് തിരിച്ചു കൊടുക്കണ്ടേ? പിന്നെ വേണം. എന്നാ വാ, നമുക്ക് ആലോചിച്ച് നടക്കാം.